ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. അധ്യായം 4. മനുഷ്യാവസ്ഥ. കഥാപാത്ര അഭിനയം. ലോകം ഒരു നാടകവേദിയാണ് എന്ന ചൊല്ല് ഷേക്സ്പിയറുടെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് കരുതപ്പെടുന്നു. നാമെല്ലാം അഭിനേതാക്കളാണ്. അഭിനേതാക്കൾ വരികയും പോകുകയും ചെയ്യുന്നു. നാടകം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു നടനോ നടിയോ തന്നെ ഏൽപ്പിച്ച അഭിനയഭാഗം നിസ്സംഗമായി അഭിനയിക്കുമ്പോൾ അത് അയാളെ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്നില്ല. എന്നാൽ അഭിനേതാക്കൾ വളരെയധികം അതിൽ നിമഗ്നരാകുകയും കഥാപാത്രത്തിൽ നിന്ന് വേർപെടാൻ കഴിയാതാവുകയും തങ്ങളേക്കാൾ കഥാപാത്രങ്ങളാണ് സത്യമായത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവർ ചിന്താക്കുഴപ്പത്തിൽ കുടുങ്ങുകയും നിലനിൽപ്പിൻ്റെ കഠിനവേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ഒരേ നടൻ വീണ്ടും വീണ്ടും പല വേഷങ്ങളിൽ വരുന്നു. ചിലപ്പോൾ അയാൾ താൻ അഭിനയിക്കുന്ന കഥാപാത്രം തന്നെയാണ് താനെന്ന് നടിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തുനിയുകയും ചെയ്യുന്നു. ഒടുവിൽ അയാൾക്ക് ചമയങ്ങൾ നീക്കം ചെയ്യുകയും തൻ്റെ ശരിയായ മുഖം കണ്ണാടിയിൽ കാണുകയും വേണ്ടിവരും. അയാൾക്ക് തൻ്റെ വ്യാജവേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ശരിയായ മുഖത്തെ അംഗീകരിക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല. ചമയങ്ങളുടെ താങ്ങില്ലാത്ത യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കുവാൻ ചിലർക്ക് കഴിയുകയില്ല. യാഥാർത്ഥ്യത്തോടുള്ള എതിർപ്പ് മൂലം അവർ വളരെയധികം കഷ്ടപ്പെടുന്നു. ചമയങ്ങളുടെ സഹായം കൂടാതെ തങ്ങളുടെ ജീവിതങ്ങൾ പൂർണ്ണമാകുന്നില്ല എന്ന വിശ്വാസത്തോടെ അവർ അവയെ മാറ്റാതെ സൂക്ഷിക്കുന്നു. നാടകം തുടരുന്നു. സംവിധായകന് നാടകത്തിൻ്റെ സമ്പൂർണ്ണമായ ദർശനമുണ്ട്. അയാൾക്ക് കഥയറിയാം. അയാൾ പിന്നണിയിൽ നിൽക്കുന്നു. തൻ്റെ ഇച്ഛയ്ക്കു മുന്നിൽ ആത്മസമർപ്പണം ചെയ്യുന്ന ചില അഭിനേതാക്കൾക്ക് അയാൾ മാർഗനിർദ്ദേശം നൽകുന്നു. അങ്ങനെയല്ലാതെ നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ആരിലും ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ല. അരങ്ങത്ത് അഭിനേതാക്കൾ മാത്രമേയുള്ളൂ എന്നതുകൊണ്ട് ആരും സംവിധായകൻ്റെ അസ്തിത്വം തന്നെ അറിയുന്നില്ല. നാടകം നിർമ്മിച്ചയാൾ നിരീക്ഷിച്ചുകൊണ്ടും സാക്ഷ്യം വഹിച്ചുകൊണ്ടും എല്ലായ്പ്പോഴും പിന്നിൽ നിൽക്കുന്നു. കാലാനുസാരം അഭിനേതാക്കളും മാറുന്നു. പഴയവർ മാഞ്ഞു പോകുന്നു. പുതുമുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ശാശ്വതമായ ദുരന്തമില്ല. എല്ലാ പ്രത്യക്ഷപ്പെടലും അപ്രത്യക്ഷമാകലും നാടകത്തിൻ്റെ ഭാഗമാണ്. ഒന്നും ശാശ്വതമല്ല. ഓരോ സ്ഥിതിവിശേഷവും താൽക്കാലികമാണ്. ഓരോ വികാരവും താൽക്കാലികമാണ്. പൂഴ്ത്തിവെച്ച് സൂക്ഷിക്കുന്നവർ ക്ലേശിക്കുന്നു. വികാരങ്ങളെ വിട്ടുകളയുന്നവർ ആനന്ദത്തോടെ ഇരിക്കുന്നു. എല്ലാ കഷ്ടപ്പാടുകളും താൽക്കാലികമാണ്. നാടകവേഷം മാറുമ്പോൾ പുരുഷൻ സ്ത്രീ ആയേക്കാം, ഒരു നായയായേക്കാം, അച്ഛൻ മകനായി മാറിയേക്കാം, ഭാര്യയായേക്കാം. ഒരു യാചകൻ അടുത്ത രംഗത്തിൽ ഒരു രാജാവിൻ്റെ വേഷം അഭിനയിച്ചു എന്നും വരാം. എല്ലാ രംഗങ്ങളും ക്ഷണികമാണ്. ഓരോ രംഗത്തിനും അമിത പ്രാധാന്യം കൊടുക്കുകയും താരതമ്യപ്പെടുത്തുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നാം മിഥ്യാഭ്രമത്തിൻ്റെ കുരുക്കിൽ പെട്ടുപോകുന്നു. അസ്ഥിരത കൊണ്ടും അനിശ്ചിതത്വം കൊണ്ടും നാം ബുദ്ധിമുട്ടുന്നു. നാടകം ശരിയായി ആസ്വദിക്കുന്നതിന് രംഗങ്ങളെ അവ എങ്ങനെയോ അങ്ങനെ സ്വീകരിക്കുക എന്നത് പ്രധാനമാണ്. നാടകത്തിൻ്റെ വിമർശകരും ഉണ്ട്. അവർ ഒരിക്കലും നാടകം രചിച്ചവരല്ല. അവരും വിമർശകരുടെ വേഷം അഭിനയിക്കുന്ന നടന്മാരാണ്. എല്ലാവരെയും അഭിനേതാക്കളായി ഗണിക്കണം. എല്ലാ വേഷങ്ങളും പ്രധാനമാണ്. എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാതിരിക്കുകയോ ചില അഭിനേതാക്കൾ വിട്ടുപോവുകയോ ചെയ്താൽ നാടകം അപൂർണമായിരിക്കും. അതൊരിക്കലും സംഭവിക്കുകയില്ല. ചില അഭിനേതാക്കൾ തങ്ങൾ സംവിധായകനേക്കാൾ പ്രാധാന്യമുള്ളവരാണെന്ന് കരുതുന്നു. അത് അവരുടെ അഹംഭാവമാണ്. പിന്നിലെ തിരശീലയും മറ്റ് യവനികകളും വേദിയിൽ സജ്ജീകരിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും രംഗത്തിൻ്റെ ആസ്വാദ്യത കൂട്ടുന്നു. അവ അനിവാര്യമായ ശോഭയും തന്മയീഭാവവും നൽകുന്നു. അവയും അഭിനേതാക്കളെപ്പോലെ തന്നെ പ്രധാനമാണ്. അഭിനേതാക്കളുടെ ചമയവേഷവിധാനങ്ങളെപ്പോലും നാടകം അരങ്ങേറുന്ന വേദി പോലെ തന്നെയും പ്രധാനമാണ്. ഓരോ വസ്തുവിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഏതൊരു വസ്തുവും ഏതൊരു നടൻ്റെയും തുല്യമാണ്. എല്ലാം സംവിധായകൻ്റെ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായവയാണ്. ഭൂതവർത്തമാന ഭാവികളിൽ കൂടിയുള്ള കഥ മുഴുവൻ സംവിധായകനു മാത്രമേ അറിയുകയുള്ളൂ. നാടകം തയ്യാറാക്കുവാനും രംഗങ്ങൾ തമ്മിലുള്ള ചേർച്ചയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധവും രചിക്കുവാനും അയാൾ വേണ്ടത്ര സമയമെടുക്കുന്നു. നാടകത്തിൻ്റെ സൃഷ്ടിയിലും നടത്തിപ്പിലും പരിസമാപ്തിയിലും അയാൾ സമയാതീതനായി നിൽക്കുന്നു. കാലത്താൽ ബാധിക്കപ്പെടാതെ നിലകൊള്ളുന്നു.
കാലത്തെയും ആപേക്ഷികതയെയും അയാൾ തൻ്റെ പ്രകാശനങ്ങൾക്കായി മാത്രം ഉപയോഗപ്പെടുത്തുന്നു. രംഗങ്ങളെയും നടന്മാരെയും തുന്നിച്ചേർക്കുന്ന ബന്ധങ്ങൾ അയാളുടെ പ്രകാശനത്തിൻ്റെ ശക്തിയാണ്. അഭിനയിക്കുന്നവർ നാടകത്തോളം പ്രധാനമല്ല. നാടകം നടക്കുമ്പോൾ അതിൽ ഇടപെടാതെ സംവിധായകൻ അത് നിരീക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് വസ്തുനിഷ്ഠതയുണ്ട്. അയാൾക്ക് പ്രീതിപാത്രങ്ങളില്ല. അയാൾ ഒരിക്കലും വിവേചനം കാട്ടാറില്ല. അയാളുടെ മനസ്സറിഞ്ഞിട്ടുള്ള നടന്മാർ തങ്ങളുടെ വേഷങ്ങൾ നല്ലതുപോലെ അഭിനയിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്തവർ മറ്റുള്ളവരെ അനുകരിക്കുകയോ തങ്ങളുടെ പരിമിതമായ അറിവിനെ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നു. ഒരു നടൻ നല്ലതുപോലെ അഭിനയിച്ചാലും ഇല്ലെങ്കിലും നാടകം തുടരുന്നു. കുറ്റബോധം. ചോദ്യം: ഞാൻ ഒരാളോട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്നാൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയാൽ അത് എൻ്റെ ഉപബോധ മനസ്സിൽ സൂക്ഷിക്കപ്പെടുമോ? ഞാൻ ചെയ്തത് ശരിയായിരിക്കാമെങ്കിലും ഉപബോധ മനസ്സിൽ കുറ്റബോധം ഉള്ളതുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടുമോ? ഉത്തരം: ഭയവും കുറ്റബോധവും എല്ലായ്പ്പോഴും ഉപബോധത്തിൽ ആഴത്തിൽ പതിയുന്നു. എല്ലാ നിഷേധാത്മക വികാരങ്ങളും അങ്ങനെ ചെയ്യുന്നു. ഇത് നിഷേധാത്മക വികാരങ്ങളുടെ പ്രകൃതിയാണ്. വാസ്തവികമായ വികാരങ്ങൾ വളരെ ആഴത്തിൽ പോകുന്നില്ല. നിഷേധാത്മക വികാരങ്ങൾ നിശ്ചയമായും ആഴത്തിൽ പോകുന്നു. ഒരു നല്ല റോസ് ചെടിക്ക് പരിപോഷണം ആവശ്യമാണ്. പരോപജീവിയായ ഒരു പാഴ്ചെടിക്ക് പരിപോഷണം ആവശ്യമില്ല. ഇതുപോലെയാണ് വാസ്തവിക വികാരങ്ങളും നിഷേധാത്മക വികാരങ്ങളും നിങ്ങളുടെ ഉപബോധത്തിൽ പ്രവർത്തിക്കുന്നത്. അജ്ഞാനത്തെ നീക്കം ചെയ്യുകയും നിങ്ങൾ വാസ്തവത്തിൽ ആരാണെന്ന് അറിയുകയും മാത്രമാണ് പരിഹാരം. നിങ്ങൾ സർവശക്തനായ ആത്മാവാണ് എന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ കുറ്റബോധവും കോപവും ശമിക്കുകയും നിങ്ങൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നിങ്ങൾ വിവേചനം അവസാനിപ്പിക്കുകയും യാഥാർത്ഥ്യങ്ങളെ അവ വരുന്നതുപോലെ സ്വീകരിക്കുകയും ചെയ്യും. പ്രതീക്ഷകളില്ല. ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാകും. കുറ്റബോധത്തെ അത് സംഭവിക്കുന്ന സമയത്ത് അവബോധത്തിലൂടെ നീക്കം ചെയ്യണം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നന്നായി ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ കഴിയുന്നത്ര നന്നായി ചെയ്തു. തിരിഞ്ഞു നോക്കരുത്, ആവർത്തിക്കരുത്. നിങ്ങളുടെ ഇന്നിനെ നല്ല രീതിയിൽ പരിശുദ്ധിയോടെയും സത്യസന്ധമായും കൈകാര്യം ചെയ്യൂ. അത്യാഗ്രഹം. നന്മയും തിന്മയും നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒന്നിനെ നാം നല്ലതെന്ന് പറയുന്നു. നമ്മെയോ മറ്റുള്ളവരെയോ പ്രതികൂലമായി ബാധിക്കുന്നതിനെ ചീത്ത എന്ന് പറയുന്നു. അതുപോലെ നാം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ സാധാരണയായി ഉപകാരപ്രദമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. വികാരങ്ങളെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങൾ സാധാരണയായി നിഷേധാത്മകമായിരിക്കും. ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ വികാരം പ്രവർത്തിക്കുകയാണ്. ബുദ്ധി അടച്ചുപൂട്ടി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നന്മയും തിന്മയും ഓരോ മനുഷ്യൻ്റെയും കൈവശമുള്ള ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ താൻ എങ്ങനെ പെരുമാറണം എന്നത് ഓരോരുത്തൻ്റെയും വിവേചനമാണ്. ഒരാൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ അഥവാ ആത്മാവുമായി ഐക്യത്തിൽ ആയിരിക്കുമ്പോൾ അയാൾ ദ്വിത്വത്തിന് അതീതനായിരിക്കും. ജീവിതം നന്മ നിറഞ്ഞതും ആത്മീയ വികാസത്തിൻ്റെ പാതയിലുള്ളതും ആയിരിക്കും. വികാരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും ക്ഷണിക പ്രകൃതികളായ സുഖത്തിനും ദുഃഖത്തിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു പെൻഡുലമായിരിക്കും. മാധ്യമങ്ങളിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന എല്ലാ തുടർ നാടകങ്ങളും ജനങ്ങളുടെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. പരസ്യങ്ങളിൽ മിക്കതും അത്തരത്തിലുള്ളവയാണ്. ജനങ്ങൾ വികാരപരമായി പ്രതികരിക്കത്തക്ക വിധം, പ്രത്യേകിച്ച് പണം ചെലവഴിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ യുക്തികൗശലങ്ങളും അവർ ഉപയോഗിക്കുന്നു. ജനങ്ങൾ പിന്നീട് അതേക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഇവയുടെ ലക്ഷ്യം തന്നെ വികാരങ്ങളുടെ വിൽപ്പനയാണ്. നിയമവ്യവസ്ഥയെ തകർക്കുന്ന രോഷാകുലരായ കഥാപാത്രങ്ങൾ വീരപുരുഷന്മാരായി അവതരിപ്പിക്കപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ തൻ്റെ മനസ്സിനെ കീഴടക്കി ആത്മാവിനെ കണ്ടെത്തിയവരാണ് വിശിഷ്ടന്മാർ. ഈ ജീവിതകാലത്ത് തന്നെ ഇത്ര മഹത്തായ സഫലത നേടാൻ അവർക്ക് കഴിഞ്ഞുവല്ലോ. ഒരിക്കൽ ഒരു സിദ്ധൻ മഹാനായ അലക്സാണ്ടറോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഈ ചോദ്യം അലക്സാണ്ടറെ അത്ഭുതപ്പെടുത്തി. ലോകത്തിൽ എല്ലാവർക്കും തന്നെ അറിയാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. തൻ്റെ അഹങ്കാരത്തെയും കോപത്തെയും നിയന്ത്രിച്ചുകൊണ്ട് രൂക്ഷ പരിഹാസാത്മകമായ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം മറുപടി നൽകി, ഞാൻ അലക്സാണ്ടർ.
ജനങ്ങൾ എന്നെ മഹാൻ എന്നു പറയും. എന്തുകൊണ്ടെന്നാൽ മിക്കവാറും ഈ ലോകത്തെ മുഴുവൻ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ മണ്ണുൾപ്പെടെ ഞാൻ പടവെട്ടി പിടിച്ചടക്കി. ഇക്കാണുന്ന പ്രദേശങ്ങളെല്ലാം എൻ്റേതാണ്. പൂർണ്ണ നഗ്നനായി നിന്ന സിദ്ധൻ ഒരടി പിന്നോക്കം മാറി. അദ്ദേഹം ചോദിച്ചു, ഓ, സത്യമായും ഈ തുണ്ട് ഭൂമി നിങ്ങളുടേതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ കീഴടക്കിയ മറ്റു പ്രദേശങ്ങൾ എവിടെയാണ്? എനിക്ക് കാണിച്ചു തരാമോ? അലക്സാണ്ടർ പറഞ്ഞു, അവയെല്ലാം സംരക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ആളുകളെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. സിദ്ധൻ ചോദിച്ചു, അവ നിങ്ങളുടേതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവയെ കൂടെ കൊണ്ടു നടക്കാത്തത്? അലക്സാണ്ടർ പറഞ്ഞു, ഒരാൾക്ക് ഭൂപ്രദേശങ്ങളെ കൂടെ കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നത് സ്പഷ്ടമാണ്. ഹാ, എങ്ങനെയായാലും അവയെല്ലാം എൻ്റേതാണ് എന്നുള്ളതാണ് പ്രധാനം. സിദ്ധൻ പറഞ്ഞു, നിങ്ങൾ കീഴടക്കി എന്ന് പറയുന്നവയൊന്നും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പിടിച്ചടക്കലെല്ലാം നിങ്ങൾക്ക് പുറത്ത് ഉള്ളവയാണ്. നിങ്ങളുടെ അകത്തുള്ളവയെ മാത്രമേ നിങ്ങൾക്ക് ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. എന്നതുകൊണ്ട് നിങ്ങളുടെ വിജയങ്ങളെല്ലാം നിഷ്പ്രയോജനമായി എന്നല്ലേ അർത്ഥം? അലക്സാണ്ടർക്ക് മനസ്സിലായില്ല. സിദ്ധൻ കൂടുതൽ വിശദീകരിച്ചു. കീഴടക്കി എന്ന് നിങ്ങൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ജനങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് പോന്ന ഉടനെ തന്നെ അവരവരുടെ പതിവുകളിലേക്ക് തിരികെ പോയി. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാനമില്ല. അത്യാഗ്രഹത്തിന് ഒരിക്കലും കീഴടക്കുവാൻ സാധ്യമല്ല. അത്യാഗ്രഹം നിഷേധാത്മകവും സ്വയം നശിപ്പിക്കുന്നതുമാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ആരെയും കീഴടക്കുക സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ നിങ്ങൾ കാണുന്ന ശരീരങ്ങളല്ല. ശരീരം ഒരു പുറന്തോട് മാത്രമാണ്. നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ബലം പ്രയോഗിച്ച് അവരെ കീഴടക്കുവാൻ കഴിഞ്ഞേക്കും. എന്നാൽ അവരുടെ ആത്മാക്കളെ കീഴടക്കുവാൻ കഴിയുകയില്ല. ആത്മാവാണ് അവരുടെ സത്ത. ശരീരങ്ങൾ വേഗം നശിച്ചു പോകുന്നവയാണ്. നിങ്ങളുടേതെന്ന് നിങ്ങൾ പറയുന്ന പ്രദേശങ്ങൾ നിങ്ങൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ശേഷവും ഏറെ കാലം ഉണ്ടായിരിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അവ നിങ്ങൾക്ക് സ്വന്തമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അവ നിങ്ങൾ സൃഷ്ടിച്ചതല്ല. നിങ്ങൾ ഒരു താൽക്കാലിക സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന യഥാർത്ഥ കീഴടക്കൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്നത് മാത്രമായിരിക്കും. സ്പഷ്ടമായും ഈ മഹത്തായ കീഴടക്കൽ നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മഹാൻ എന്ന ബഹുമതിക്ക് നിങ്ങൾ അർഹനല്ല. നിങ്ങളുടെ വിജയങ്ങളെല്ലാം മിഥ്യയായിരുന്നു. നിങ്ങളുടെ അഹംഭാവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നിങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്ത അനേകം ജനങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കുകയും ചെയ്തു. സൈന്യത്തോടൊപ്പം പോയ സ്ഥലങ്ങളിലെല്ലാം സമാധാനം തകർക്കുന്നതിൽ മാത്രമാണ് നിങ്ങൾ വിജയിച്ചത്. ഉടനീളം സമാധാനപ്രിയരായ ജനങ്ങളുടെ ശാപം സമ്പാദിച്ചു കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിച്ചു. ആ കാഴ്ചപ്പാടിൽ മഹാൻ എന്നതിനേക്കാൾ പാപി എന്ന പേരിനാണ് നിങ്ങൾക്ക് അർഹതയുള്ളത്. അലക്സാണ്ടർ അത്യധികം ക്ഷോഭിച്ചു. അദ്ദേഹം ആക്രോശിച്ചു, ഈ ഭ്രാന്തനെ കൊണ്ടുപോയി കാട്ടിൽ എറിഞ്ഞുകളയൂ. സൈന്യാധിപൻ പറഞ്ഞു, പ്രഭോ, ഇന്ത്യക്കാരനായ ഒരു മഹാഗുരുവിനെ കാണണമെന്ന് അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇയാളെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. കാട്ടിൽ ഇയാൾക്ക് സുഖമായിരിക്കും. അങ്ങയെ അപമാനിച്ചതിന് അയാളെ കാരാഗൃഹത്തിൽ അടയ്ക്കട്ടെ. അലക്സാണ്ടർ പറഞ്ഞു, വേണ്ട, അയാളെ അയാളുടെ സ്ഥലത്ത് തന്നെ കൊണ്ടുവിട്ടേക്കൂ. അയാളുടെ രൂപവും സംസാരവും എന്നെ അസ്വസ്ഥനാക്കുന്നു. അയാളെ ഈ പ്രദേശത്തൊന്നും കണ്ടുപോകരുത്. സത്യങ്ങൾ പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കുന്നു. എങ്കിലും അവ സത്യങ്ങളാണ്. സത്യങ്ങൾക്ക് മാത്രമേ കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ലോകം കണ്ടിട്ടുള്ള മഹാഗുരുക്കന്മാർ എല്ലാവരും സത്യത്തെ മാത്രം ആധാരമാക്കി ജീവിച്ചവരാണ്. അത്യാഗ്രഹത്തിന് ഒരിക്കലും ദീർഘായുസ് ഉണ്ടാവുകയില്ല. എന്നാൽ നിശ്ചയമായും അതിന് അനേകം ആളുകളുടെ ജീവിതത്തെ താൽക്കാലികമായി താറുമാറാക്കാനുള്ള കഴിവുണ്ട്. പൊതുബോധത്തിനും തീർച്ചയായും ഫലം ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. തലമുറകളായി എല്ലാ കഠിന വേദനകളും അത്യാനന്ദങ്ങളും സംഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുമുണ്ട്. ഈ കഥ വേണ്ട പോലെ മനസ്സിലാക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യൂ. നല്ലവരായി ജീവിക്കൂ, നല്ലത് പ്രവർത്തിക്കൂ, എല്ലാവരെയും സ്നേഹിക്കൂ. ഒരു നല്ല ജീവിതം ഉറപ്പാക്കുവാൻ അത് സഹായിക്കും.